അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. ഏറ്റവും പ്രിയങ്കരാകുന്ന സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, വളരെ ശ്രേഷ്ഠമായ ആശുറാഇൻ്റെ സുദിനത്തിലേക്ക് നാം കടക്കുകയാണ്. ഇന്ന് സൗദിയിലും മറ്റുമൊക്കെ ഇന്ന് ആശുറാഇൻ്റെ ദിനമാണ്. നമ്മുടെ കൊച്ചു കേരളത്തിൽ താസുആഇൻ്റെ ദിനമാണ്. മുഹറം 9 സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ച് എല്ലാവരും അൽഹംദുലില്ലാ പരിശുദ്ധമായി മജ്‌ലിസിൽ നിലകൊള്ളുകയാണ്. അള്ളാഹു നമ്മുടെ നോമ്പുകളും കൊടുത്തു വീട്ടുന്ന ദാനധർമ്മങ്ങളും സദഖകളും ഹദിയകളുമെല്ലാം അള്ളാഹുവിൻ്റെ പൊരുത്തം കാംക്ഷിക്കുവാനും അതിലൂടെ രക്ഷപ്പെടുവാനും അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു, ഇസ്ലാമിൽ ധാരാളം സദ്യകൾ, കൂലി ലഭിക്കുന്നതായ സദ്യകളുണ്ട്. 10-ലധികം സദ്യകൾ അത് ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ടതാകുന്ന ഇമാം വലിയുല്ലാഹി ബിലാ നിസാ, അള്ളാഹുവിൻ്റെ വലിയാണ് എന്ന് യാതൊരുവിധ തർക്കമില്ലാത്ത വിധം അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട പ്രമുഖ വ്യക്തിത്വമായ ബഹുമാനപ്പെട്ട ഇമാമുൻ നബവി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ശറഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വസ്തുതയാണ്. അതിലൊന്നാമതാണ് വിവാഹ സൽക്കാരം എന്ന് പറയുന്ന അതിവിശിഷ്ടമാക്കപ്പെട്ടതായ സൽക്കാരം. വിവാഹത്തോടനുബന്ധിച്ചുകൊണ്ട് വിവാഹം ചെയ്താൽ ഉടനെ നടത്തുന്ന സദ്യയ്ക്കും ശേഷം നടത്തുന്ന വലീമത്തിനുമൊക്കെ പരിശുദ്ധമായ ഇസ്ലാമിൽ വലിയ സ്ഥാനമാണ്. ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചു. അതേപോലെ മറ്റൊന്നാണ് പ്രസവത്തിൽ നിന്ന്, അതിൻ്റെ സുഖപ്രസവം ലഭിച്ചതിൻ്റെ പേരിൽ, സ്ത്രീകൾ പ്രസവവേദനയിൽ നിന്ന് രക്ഷപ്പെട്ടതിൻ്റെ പേരിൽ അതിൻ്റെ സന്തോഷം അറിയിച്ചുകൊണ്ട് നടത്തുന്ന സദ്യ സൽക്കാരം. അത് ഇസ്ലാമിൽ പുണ്യകർമ്മമാണ്. മറ്റൊന്നാണ് കുട്ടികൾ ചേലാകർമ്മ വേളയിൽ ചെറിയ കുട്ടികളുടെ ചേലാകർമ്മത്തിൻ്റെ പേരിൽ നടത്തുന്നതായ സൽക്കാരം ഇസ്ലാമിൽ പുണ്യമായ കർമ്മമാണ്. അപ്പോൾ ചേലാകർമ്മം നടത്തുന്നതിൻ്റെ പേരിൽ നടത്തുന്ന സദ്യ, ആ ദിവസത്തിൽ കുറച്ച് ആളുകളെ വിളിച്ച് ഭക്ഷണം നൽകുക എന്നുള്ളത് ഇസ്ലാമിൽ പുണ്യമായ കർമ്മമാണ്. പഴയ കാലഘട്ടത്തിൽ അതുണ്ടായിരുന്നു. ഇന്ന് അത്തരത്തിലുള്ള നല്ല കർമ്മങ്ങളൊക്കെ എടുത്തുപോയി. മൗലിദിൻ്റെ സദസ്സുണ്ടായിരുന്നു, ദിക്റിൻ്റെ സദസ്സുണ്ടായിരുന്നു. ഈ മൗലിദിൻ്റെ സദസ്സ് നടക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ഈ കാര്യം നടക്കും, ചേലാകർമ്മം നടക്കും. ഇന്നതില്ല. ഇന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമല്ലോ. ഇന്നിപ്പോൾ അങ്ങനത്തെ സൗകര്യങ്ങളായതുകൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ചെറിയ പ്രായത്തിലെ കുട്ടികളെ ഇത് ചെയ്യിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആ ഒരു നല്ല നടപടിക്രമങ്ങൾ എടുത്തുപോയി. ഇനി ഹോസ്പിറ്റലിൽ ചെയ്യുന്നതാണെങ്കിൽ പോലും ആ ഒരു ദിവസത്തിൽ അല്ലെങ്കിൽ അതിനുവേണ്ടി മറ്റൊരു ദിവസത്തിൽ അൽഹംദുലില്ലാ ഇത്തരത്തിലുള്ള സൽക്കാരങ്ങൾ നടത്തൽ, ഭക്ഷണം മറ്റുള്ള കുറച്ച് ആളുകൾക്ക് നൽകൽ ഇസ്ലാമിൽ വലിയ കൂലിയുള്ളതാണല്ലോ. അയ്യു സദഖത്തി അഫ്ളലു യാ റസൂലല്ലാഹ്, ഏറ്റവും ശ്രേഷ്ഠമായ സദഖ ഏതെന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞത് നല്ല ഭക്ഷണം നൽകുക എന്നുള്ളതാണ്. ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ഇസ്ലാമിൽ വലിയ പുണ്യകർമ്മമാണ്. അവ ചേലാകർമ്മവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന സൽക്കാരം അത് ഇസ്ലാമിൽ പുണ്യകർമ്മമാണ്. അതുപോലെ തന്നെ ഗൃഹപ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരാൾ നല്ലൊരു ഭവനം, ഒരു വീട് പണിതു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുൾ ചെയ്തല്ലോ, ഒരു സത്യവിശ്വാസി 4 കാര്യങ്ങൾ എത്തിച്ചാൽ അവൻ വിജയിച്ചു. നല്ല വീട്, അതിലൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിയതാണ്. നല്ല വാഹന നബി തങ്ങൾ എണ്ണിയതാണ്. നല്ല അയൽവാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിയതാണ്. നല്ല ഭാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിയ വസ്തുവാണ്. അപ്പോൾ നല്ല വീട്, നല്ല അയൽവാസികൾ, നല്ല ഒരു വാഹനം, അനുയോജ്യമായ അവനനുകൂലമായ നല്ല ഒരു ഭാര്യ, ഇത് 4 എത്തിച്ചവൻ ദുനിയാവ് കൈവെള്ളയിൽ കിട്ടിയെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 4 ഒന്ന് പോയാൽ തന്നെ അവൻ്റെ ദുനിയാവ് നഷ്ടപ്പെട്ടു പോയി. നല്ല ഭാര്യയല്ല എങ്കിൽ വിഷയമാണ്, നല്ല വീടല്ല എങ്കിൽ വിഷയമാണ്. ചിലർ വീട് കൊണ്ട് കെട്ടിയിട്ട് ആകെ കുടുങ്ങുന്നവരുണ്ട്. വീട് കെട്ടും, ഒരാഴ്ച കഴിയും, ആരെങ്കിലും ഒരാൾ പറയും അവിടെ പൊളിക്ക്, ഈ കട്ടള അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി എന്ന് പറഞ്ഞ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളാണ്. കന്നിമൂല എന്ന് പറയുന്നൊരു സംഭവം പരിശുദ്ധമായി ഇസ്ലാമിൽ ഇസ്ലാമിലില്ല. നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകൾ അത് വലിയ സംഭവമായി എടുത്ത് ധരിച്ച് ആകെ ആശക്കുഴപ്പം സൃഷ്ടിച്ച് വീട്ടിലൊക്കെ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കി വീടിൻ്റെ ചില ഭാഗങ്ങൾ പൊളിപ്പിക്കാൻ, ഒന്നുമില്ലാത്ത സാധുവായ മനുഷ്യൻ്റെ സമ്പത്ത് മുഴുവൻ അടിച്ചു മാറ്റാൻ വേണ്ടി ചില ആളുകൾ അതിനുവേണ്ടി തയ്യാറാകുകയാണ്. അവിടെ പൊളിപ്പിക്കുന്നു, അവിടുന്ന് ഇങ്ങോട്ടാക്കുന്നു, അവിടുന്ന് ഇത് പൊളിപ്പിക്കുന്നു, ഇവിടുന്ന് അങ്ങോട്ടാക്കുന്നു. ഇങ്ങനെ ഒന്നായിട്ട് വലിയ വലിയ പ്രശ്നങ്ങളും ബഹളങ്ങളും അവസാനം വലിയ പ്രശ്നങ്ങളായി
മാനസികമായി വലിയ പിരിമുറുക്കമായി സാമ്പത്തികമായ നഷ്ടങ്ങൾ വരുമ്പോൾ ആരോടെങ്കിലും ചോദിക്കുമ്പോൾ അവരൊക്കെ പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ സാമ്പത്തികമായ നഷ്ടങ്ങളും ദുരിതങ്ങളിലേക്ക് നിങ്ങൾ എത്തിപ്പെടാൻ കാരണം നിങ്ങളുടെ ഇന്ന ജനലി ഇന്ന ഭാഗത്തേക്ക് ദർശനമായിട്ടാണ് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവരെ കൊണ്ട് അത് പൊളിപ്പിക്കുന്നു. വീട് അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി. ഈ സാധുവായ മനുഷ്യൻ സാമ്പത്തികമായി ഞെരുക്കത്തിലും പിരിമുറുക്കത്തിലുമായി നിൽക്കുന്നു. വലിയ അപകടം. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. വളരെ ശ്രദ്ധിക്കണം നമ്മൾ. അതുപോലെ ചില ആളുകൾ വീട് വെക്കുമ്പോൾ കുറ്റിയടിക്കുന്നു. കല്ലിടുന്ന സമയത്ത് ചിലർ കല്ലിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന് സ്വർണം വെച്ചിട്ട് അതിന് മുകളിൽ സിമെൻ്റ് ഇട്ട് പാകുന്നതാണ്. ഒരു കാര്യമില്ല. അറിവില്ലായ്മയാണ് ആ വിഷയത്തിലെന്ന് പ്രത്യേകമായി സൂചിപ്പിക്കുന്നു. പൈസ വെച്ചിട്ട് അതിലേക്ക് കൊണ്ടുവന്ന് സ്വർണ്ണ നാണയം വെക്കുന്നവരുണ്ട്, സ്വർണത്തിൻ്റെ തൊട്ടുകൊണ്ട് വെക്കുന്നവരുണ്ട്, ഒരു പൊടി സ്വർണം കൊണ്ട് ഇടുന്നവരുണ്ട്, വെള്ളി വെക്കുന്നവരുണ്ട്, പൈസ കൊണ്ടുവന്ന് വെച്ചിട്ട് അത് അതിൻ്റെ മേലെ കല്ലിന് മേലെ വെച്ച് സിമെൻറ്റ് ചെയ്യുന്നവരുണ്ട്. ഇതൊന്നും ഇസ്ലാമിൽപ്പെട്ടതേ അല്ല. ഇതൊക്കെ നമ്മുടെ കൗമിൽ ചില ആളുകൾ ആരൊക്കെയോ ഏതൊക്കെയോ മതത്തിൻ്റെ ആശയത്തിൽ നിന്നും ആദർശത്തിൽ നിന്നും കൊണ്ടുവന്ന് നമ്മുടെ മതത്തിൽ അതൊക്കെ ഇന്ന് വലിയ സംഭവമായിട്ട് അറിവില്ലായ്മയുടെ അങ്ങേയറ്റത്തെ അഹ്ലുകാരായിട്ട് നമ്മുടെ കൗമ് പടിജാഹിലുകളായി വിവരക്കേടിൻ്റെ വക്താക്കളായിട്ട് നമ്മുടെ കൗമ് മാറുകയാണ്. ഇസ്ലാമിൽ യാതൊരു അടിസ്ഥാനമില്ല ഇതിനൊന്നും. ഞാൻ പലപ്പോഴും പല ആളുകൾക്കും ഇത് തിരുത്തി കൊടുത്തിട്ടുണ്ട്. പല വീടുകൾക്കും കല്ലിടാൻ വേണ്ടി പോകുമ്പോൾ അവർ കൊണ്ടുവന്ന് ആ വീട് വെക്കാൻ പിന്നെ അവരുടെ സമ്പത്തില്ല. അങ്ങനത്തെ ആളുകൾ, സാധുക്കളായ ആളുകൾ പോലും ആരൊക്കെയോ മുൻഗാമികൾ ചെയ്തു വെച്ചതാകുന്ന തെറ്റുകൾ അതേപോലെ ജീവിതത്തിൽ പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവന്ന് അതൊക്കെ വലിയ സംഭവമായിട്ട് ചില ആളുകൾ കാണിക്കുകയാണ്. കല്ലിടുമ്പോൾ കൊണ്ടുവന്ന് ഇതുകൊണ്ട് സാധു ഇതും കൂടെ വെച്ചേക്കാനാണ് പറയും. അതെന്താ അത്? ആ പൊതി തുറന്നു നോക്കുമ്പോഴത്തേക്കും അരപ്പവൻ 3/4 പവൻ സ്വർണം കൊണ്ടുവന്ന് വെക്കുക. ഇത്ര വിവരശൂന്യത നമ്മുടെ സമൂഹത്തിൽ ചേക്കേറിപ്പോയി. അതുകൊണ്ട് ആവശ്യമില്ലാത്ത പരിപാടികൾ നിങ്ങളായിട്ട് തുടങ്ങി വെക്കരുത്. ഒക്കെ ഇസ്ലാമിൻ്റെ മാനം അന്വേഷിച്ച് കണ്ടെത്തി മനസ്സിലാക്കുക. അത് പഠിക്കണം നമ്മൾ. പിന്നെ ഇല്ലെങ്കിൽ ഇതിൻ്റെ പുറകെ നിൽക്കരുത്. ഇസ്ലാമിൻ്റെ ആദർശം ആശയങ്ങളും നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഈ വിഷയങ്ങൾക്കൊക്കെ നിൽക്കാവുള്ളൂ. വീടിന് കല്ലിടലും പള്ളിക്ക് കല്ലിടലും മദ്രസയ്ക്ക് പള്ളിയിടലും അത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾക്ക് കല്ലിടൽ ക്രമമൊക്കെ നല്ലത് തന്നെയാണ്. കട്ടള വെക്കുന്ന കർമ്മങ്ങളൊക്കെ നല്ലതാണ്. ഇതൊക്കെ വേണം. പക്ഷേ അതൊരു വലിയ ചടങ്ങാക്കി മാറ്റി അവസാനം ദൂർത്തിലേക്കും ദുർവ്വയത്തിലേക്കും സാമ്പത്തിക ഞെരുക്കത്തിലേക്കും ഒക്കെ പോകുന്ന ഒരവസ്ഥാവിശേഷത്തിലേക്ക് മാറി ഈ ഉമ്മത്ത് പോകാൻ പാടില്ല. അതാണ് ഞാൻ പറഞ്ഞു സൂചിപ്പിച്ചത്. ഏതായിരുന്നാലും ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ അഭിലാഷമാണ് ഹൈറായ വീട്. അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഹൈറായ വീട് നൽകുമാറാവട്ടെ. പരലോകത്തേക്കൊരു വീട് വേണമെങ്കിൽ ദുനിയാവിൽ ഒരു ചെറിയ പള്ളി പണിത് കൊടുത്താൽ മതിയെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, നിൽക്കട്ടെ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാകുന്ന ആദർശങ്ങളെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണല്ലോ സ്വഹാബത്തെ കിറാം. ശേഷം വന്നിട്ടുള്ള അയിമത്തുകൾ. അവർ പറയുന്നു, ഒരാൾ നല്ല വീട് റാഹത്തായി ഒരാൾക്ക് സ്വന്തമായാൽ നല്ലൊരു സൽക്കാരം നടത്തൽ നല്ലതാണ്. ഇസ്ലാമിലുള്ള സൽക്കാരമാണിത്. ഗൃഹപ്രവേശന സമയത്തിനുള്ള സദ്യ. അൽഹംദുലില്ലാ, അള്ളാഹു തൗഫീഖ് തരട്ടെ. മറ്റൊരു കാര്യം കൂടി ഉണർത്തുന്നു. ചില ആളുകൾ ഇതിനു വേണ്ടി പോകുന്ന സമയമെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൻപുറത്തിൽ നാടുധാരണ ശൈലി സുബഹിയുടെ സമയത്താണ്. പക്ഷേ ഏറ്റവും നല്ലത് ളുഹാ സമയത്താണ്. രാവിലെ ഒരു 8 മണി സമയമാകുമ്പോൾ വീട് കുടിയിരിക്കൽ നടത്തൽ അല്ലെങ്കിൽ പാലുകാച്ചൽ നടത്തൽ ഗൃഹപ്രവേശന പരിപാടി നടത്തലൊക്കെ നല്ലത് അതാണ് എന്നാണ് എൻ്റെ ഒരു പക്ഷമാണ്. കാരണം പുരുഷന്മാർ പള്ളിയിലാണ് ജമാഅത്തുകൾ നമസ്കരിക്കേണ്ടത്. പലപ്പോഴും പഴയ കാലഘട്ടങ്ങളിൽ നമ്മുടെ നാട്ടിൽ വന്ന ഒരു സമ്പ്രദായമാണ്. രാവിലെ സുബഹിക്ക് ബാങ്ക് കയറുന്നു, അങ്ങനെ വീടിൻ്റെ വാതിൽ തുറക്കുന്നു, മുസാഫുമായി വീട്ടിനുള്ളിലേക്ക് കയറുന്നു, മുസാഫ് ഒരിടത്ത് കൊണ്ട് വെക്കുന്നു, രാവിലെ ബാങ്ക് വിളിക്കുന്നു, സുന്നത്ത് നിസ്കരിക്കുന്നു. അതെല്ലാവരും ചെയ്തോട്ടെ. ബാങ്കും സുന്നത്തും ഒക്കെ ഉണ്ടാക്കിയിട്ട് സുബഹിക്ക് തന്നെ എല്ലാവരും കയറിക്കോട്ടെ. ബാങ്കെല്ലാം കൊടുത്ത് പുരുഷന്മാർ സുന്നത്ത് നമസ്കരിച്ചതിന് ശേഷം പുരുഷന്മാർ ഒന്നടങ്കം പിന്തിരിഞ്ഞിട്ട് എങ്ങോട്ട് പോകണം? തൊട്ടടുത്തുള്ള പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കണം. സ്ത്രീകൾ എവിടെ നിസ്കരിക്കണം? വീട്ടിൽ തന്നെ സുന്നത്ത് നിസ്കരിച്ച് ഫർള് നിസ്കരിച്ചിട്ട് അവരെല്ലാവരും കാത്തിരിക്കണം. അപ്പോൾ പള്ളിയിൽ നിന്ന് വന്നവർ നിന്നിട്ട് എന്ത് ചെയ്യുക? ഖുർആൻ ഓതുന്നു, മൗലൂദ് ഓതുന്നു. അങ്ങനെ റാഹത്തായിട്ട് പാല് കാച്ചൽ ചടങ്ങ് നടത്തണം. അതാണ്. അതല്ല എങ്കിൽ ളുഹായുടെ സമയത്ത് വീട് ഉദ്ഘാടിക്കണം. അപ്പോൾ എല്ലാവർക്കും കയറിയിട്ട് 2 റക്അത്ത് ളുഹാ നമസ്കാരം ജമാഅത്തല്ലാതെ ഒറ്റയ്ക്ക് നമസ്കരിക്കാം. 2 അല്ല 4 നിസ്കരിച്ചോ. 2 റക്അത്ത് കഴിയുമ്പോൾ സലാം വീട്ടി വീണ്ടും നിസ്കരിച്ചോ. 6 നിസ്കരിച്ചോ. വീണ്ടും നിസ്കരിച്ചോ. 8 നിസ്കരിച്ചോ. വളരെ റാഹത്താണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഇസ്ലാമികമാകുന്ന ആദർശത്തിലേക്ക് മാറ്റാൻ വേണ്ടി പരിശ്രമിക്കണം. മറ്റേത് അടിസ്ഥാനമില്ല. ഞാനിപ്പോൾ മദീനയിലാണ് ഉള്ളത്. മദീനയിൽ കഴിഞ്ഞ ദിവസം ഞാൻ പരിശുദ്ധമായ മദീന പള്ളിയിൽ നിന്ന് മസ്ജിദ് ഖുബ എന്ന് പറയുന്ന പള്ളിയുടെ പരിസരത്തേക്ക് പോവുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ ചെയ്ത് ആദ്യം വരുന്നത്
കുൽസുബിന് ഹദ്മ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സ്വഹാബിയുടെ വീട്ടുമുറ്റത്താണ് നബിതങ്ങളുടെ ഒട്ടകം വന്ന് ഖസ്വ എന്ന ഒട്ടകം വന്ന് ആദ്യമായി മുട്ടുകുത്തുന്നത്. മദീനയിലല്ല, ഇന്ന് നമ്മളുള്ളതാകുന്ന മദീനയിൽ നിന്നൊരു 4 കിലോമീറ്റർ അപ്പുറത്ത് മദീനയുടെ പുറത്തുള്ളതാകുന്ന സ്ഥലത്താണ് ആദ്യം വന്ന് ഒട്ടകം വന്ന് മുട്ടുകുത്തിയത്. കുൽസുബിന് ഹദ്മ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയുടെ വീട്ടുപടിക്കലാണ്. പ്രിയമുള്ളവരെ, ഈ കുൽസുബിന് ഹദ്മ് റളിയല്ലാഹു അൻഹു ബനു അമ്ർ ഗോത്രത്തിൻ്റെ തലവനാണ്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി നാട്ടിൽ വന്ന് കാലുകുത്തിയതിനു ശേഷം ചെയ്തത് ഒരു പള്ളിക്ക് വേണ്ടി കല്ലിടുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്ല് വെച്ചു. തൊട്ട് മുകളിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതിന് മുകളിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അതിന് മുകളിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അങ്ങനെ കല്ലിട്ടു. അവസാനം മാഷാ അല്ലാഹ് ആ കല്ലിടൽ കർമ്മത്തിലൂടെ വലിയതാകുന്ന നിലയ്ക്ക് പണി നടക്കുന്നു. 4 ദിവസം കൊണ്ട് പള്ളി തകൃതിയിൽ പണിയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ടതായ കുൽസുബിന് ഹദ്മ് റളിയല്ലാഹുവിൻ്റെ വീട്ടുമുറ്റത്തേക്ക് എത്തുന്നത് ഒരു തിങ്കളാഴ്ച ദിവസമാണ്. റബീഉൽ അവ്വൽ 8-നാണ്. ഗാർ സൗർ എന്ന് പറയുന്ന ഗുഹയിൽ നിന്ന് നബി തങ്ങൾ യാത്ര തുടങ്ങിയത് റബീഉൽ അവ്വൽ 1 തിങ്കളാഴ്ചയായിരുന്നു. 8 ദിവസത്തെ യാത്രയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ആമിർ ബിൻ ഫഹീറ റളിയല്ലാഹു അൻഹു, വഴികാട്ടിയായ അബ്ദുല്ലാഹി ബിൻ ഉറൈഖത്ത് റളിയല്ലാഹു അൻഹു, ഇവരെല്ലാവരും കൂടി യാത്ര ചെയ്ത് 8 ദിവസം കൊണ്ട് പുണ്യമാക്കപ്പെട്ടതായ കുൽസുബിന് ഹദ്മ് റളിയല്ലാഹു അൻഹുവിൻ്റെ ബനു അമ്ർ ഗോത്രത്തലവൻ്റെ വീട്ടിൻ്റെ പടിക്കലെത്തി ആദ്യമായി പള്ളിക്ക് കല്ലിട്ടു. പള്ളി പണി നടക്കുന്നു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പള്ളിയുടെ തന്നെ കിബിലയുടെ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണാം, ഇന്നും പോയി നോക്കിയാൽ കാണാം, ഒരു ബോർഡ് കാണാം. മഹാനായ സഅദ് ബിൻ ഖൈസമ റളിയല്ലാഹുവിൻ്റെ വീടാണ്. ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹുവിന് ബദറിൽ പങ്കെടുത്ത വ്യക്തിയാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഉപ്പ ഖൈസമ റളിയല്ലാഹുവിന് ഉഹദിൽ ഷഹീദായ വ്യക്തിയാണ്. സഅദ് റളിയല്ലാഹുവിന് ബദറിൽ ഷഹീദായ വ്യക്തിയും കൂടിയാണ്. ആ സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടുപടിക്കലാണ്, ആ വീട്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പകൽ താമസിക്കുകയും രാത്രിയിൽ നേരത്തെ പറഞ്ഞ കഥാപുരുഷൻ കുൽസുബിന് ഹദ്മ് റളിയല്ലാഹു അൻഹു വീട്ടിൽ താമസിക്കുകയും ചെയ്തു. നിൽക്കട്ടെ, ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത് പള്ളി പണിയാനുള്ളതാകുന്ന തീരുമാനത്തിലാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത്. ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട് പണി വേണ്ടി നിന്നില്ല. ആദ്യം ചെയ്തത് പള്ളി പണിയാൻ വേണ്ടിയിട്ടാണ്. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് വെള്ളിയാഴ്ച ദിവസം റബീഉൽ അവ്വൽ 12 അന്ന് 8 അന്ന് അവിടെ വന്നു. 9, 10, 11 8 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 4 ദിവസം താമസിച്ചു എന്ന് പറയാം. അൽഹംദുലില്ലാ 12ാമത്തെ ദിവസമായപ്പോഴത്തേക്കും വെള്ളിയാഴ്ചയായി. തിങ്കളാഴ്ച അവിടെ എത്തി. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം 4 ദിവസം കഴിഞ്ഞു. 5ാമത്തെ ദിവസത്തിൽ വെള്ളിയാഴ്ച ദിവസം രാവിലെ അവിടെ നിന്ന് ഇറങ്ങുന്നു. തൊട്ടടുത്ത് തന്നെ മസ്ജിദുൽ ജുമുഅ എന്ന് പറയുന്നൊരു പള്ളി കാണാം. ആ ജുമുഅത്ത് പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ വന്ന് ജുമുഅയ്ക്ക് നേതൃത്വം കൊടുക്കുകയാണ്. അന്ന് വെള്ളിയാഴ്ച വിധങ്ങളുടെ ഹിജറയാണിപ്പോൾ ഈ പറയുന്നത്. അവിടെ ജുമുഅയ്ക്ക് നേതൃത്വം കൊടുത്തു. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ മദീനയിൽ നേരത്തെ ജുമുഅ നടക്കാറുണ്ട്. ആത്മീയമായ നേതൃത്വം അദ്ദേഹമായിരുന്നു, അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹു. നബിതങ്ങൾ വന്നപ്പോൾ അന്ന് ചീഫ് ഇമാമ് ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായി. തങ്ങളന്ന് ഇമാമത്ത് നിന്നുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ജുമാ നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തു. റബീഉൽ അവ്വൽ 12 ആ മസ്ജിദുൽ ജുമുഅയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് അസറോട് കൂടിയിട്ടാണ് നബിതങ്ങൾ എങ്ങോട്ട് വരുന്നത്? ഇന്നുള്ളതാകുന്ന മദീന പട്ടണം എന്ന് പറയുന്ന അക്കാലഘട്ടത്തിൽ മദീനയുടെ പേര് യസ്രിബ് എന്നാണ്. 4 കിലോമീറ്റർ ഉള്ളൂ. 4 കിലോമീറ്റർ കഷ്ടിച്ച് അത്രയില്ല. കറക്റ്റ് പോവുകയാണെങ്കിൽ 4 കിലോമീറ്റർ അടുത്തേ ഉള്ളൂ. നേരെ മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നു. മാഷാ അല്ലാഹ്. അന്ന് മദീനയുടെ പേര് യസ്രിബ് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ നാടിൻ്റെ പേര് ഞാൻ മാറ്റാൻ, ലാ തഖൂലു യസ്രിബ തഖൂലു മദീന. നിങ്ങൾ ഇന്നു മുതൽ ഇതിന് പേരെന്ത് പറയണം? മദീന എന്ന് പറയണം. നിങ്ങൾ ഒരിക്കലും ഇനി യസ്രിബ് എന്നതിന് പേര് പറയരുതെന്ന് പറഞ്ഞ് മദീനയ്ക്ക് പേരിട്ട് കൊടുക്കാൻ. പൂന്തോട്ടം, പട്ടണം എന്നൊക്കെ അർത്ഥം വരുന്ന മനോഹരമായ പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഇട്ടത്. സഹിൽ, സുഹൈൽ എന്ന് പറയുന്ന 2 യത്തീം കുട്ടികൾ, അവർക്കുള്ള സ്ഥലമായിരുന്നു മദീന പള്ളിയുടേതാകുന്ന പരിസരം എന്ന് പറയുന്നത്. കുറച്ച് സ്ഥലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് മറ്റൊരു സ്ഥലം തയ്യീൻ ചെയ്തു കൊടുത്തു. അവർക്ക് നല്ലൊരു സ്ഥലം വേറെ കൊടുത്തിട്ട് വീട് വെക്കാനും ഒക്കെ ആയിട്ട് അവർ കുട്ടികൾക്ക് കൊടുത്തു. എന്നിട്ട് ആ സ്ഥലം 42 ഗ്രാം സ്വർണവും കൂടി അവർക്ക് കൊടുക്കാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് പറഞ്ഞു. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അവർക്കത് കൊടുത്തു. എന്നിട്ട് ആ സ്ഥലം വാങ്ങുകയാണ്. സ്വന്തമായി സ്ഥലം ഏറ്റെടുത്തതിന് ശേഷം അവിടെ പള്ളിപ്പണി ആരംഭിക്കുകയാണ്. അവിടെ കല്ലിട്ട് അവിടെ പള്ളിപ്പണി തുടങ്ങി. നബിതങ്ങളും കൂടി പണിയുന്നു, സഹാബത്തും പണിയുന്നു. മാഷാ അല്ലാഹ്. ഈന്തപ്പന ഓലകൾ കൊണ്ട് മറച്ച്, ഒരാൾ പൊക്കത്തിൽ മറച്ച്
മണ്ണ് തല്ലി നിലത്ത് വിരിച്ചിട്ടാണ് പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദുൻ നബവി മദീനത്തെ പള്ളി ആദ്യമായി നിർമ്മിക്കുന്നത്. മാഷാ അള്ളാ, ചുറ്റും കല്ലുകൊണ്ട് കെട്ടി ഈന്തപ്പന ഓലകൾ കൊണ്ട് മറച്ചിട്ടാണ് മാഷാ അള്ളാ ആദ്യത്തെ പള്ളി. എവിടെ? മസ്ജിദുൻ നബവി എന്ന് പറയുന്ന പള്ളി. ചരിത്രം വിശാലമാണ്, അവിടെ നിൽക്കട്ടെ. ഞാനിപ്പോൾ ഇതിനാണ് ഇത് പറഞ്ഞു വന്നത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മസ്ജിദുൻ നബവി നിർമ്മിച്ചതിന് ശേഷം പിന്നീട് ആദ്യം നിർമ്മിച്ചൊരു പള്ളിയുണ്ടല്ലോ 4 കിലോമീറ്റർ അപ്പുറത്ത്, അതിൻ്റെ പേരാണ് ഖുബാ പള്ളി എന്നാണ് ആ പള്ളിക്ക് പേര് പറയുക. കുൽസുബിൻ അഹദ് റളിയല്ലാഹുവിൻ്റെ വീട്ടുപടിക്കൽ ആദ്യം വന്ന് ഒട്ടകം മുട്ടുകുത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ആളുകളുടെ നിർദ്ദേശപ്രകാരം പണിതതാകുന്ന പള്ളിക്ക് പറയുന്ന പേരാണ് മസ്ജിദ് ഖുബാ. ഉംറയ്ക്ക് വന്നവരും ഹജ്ജിന് വന്നവരും ഒക്കെ അവിടെ വന്നിട്ടുണ്ടാകും. അൽഹംദുലില്ലാ, നമുക്ക് വീണ്ടും വരാൻ തൗഫീഖ് നൽകട്ടെ. നബി തങ്ങൾ ആ പള്ളിയിലേക്ക് മസ്ജിദുൻ നബവിയാകുന്ന പ്രവാചകരുടെ പള്ളിയിൽ നിന്ന് എല്ലാ ശനിയാഴ്ച ദിവസവും നടന്നും അല്ലാതെ വാഹനത്തിലും കുതിരപ്പുറത്തും കഴുതപ്പുറത്തും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പള്ളിയിലേക്ക് എത്തുകയും നടന്നും നബി തങ്ങൾ സഞ്ചരിക്കുകയും പലപ്പോഴായി ഇവിടെ വന്നുകൊണ്ട് 2 റക്അത്തെങ്കിലും ചുരുങ്ങിയ നിസ്കരിച്ച് ദ്വാരക്കുകയും ചെയ്യുമായിരുന്നു. നബി തങ്ങൾ പറഞ്ഞു, മൻ അതാ മുതതഹിറൻ സുമ്മ അതാ ഇലാ മസ്ജിദ് ഖുബാ ഫസല്ലാ ഫീഹി സ്വലാത്തൻ കാനലഹു കാജിരി ഉംറത്തിൻ ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ ശുദ്ധിയോടുകൂടി ഒളുവോടുകൂടി നിർത്തും, നല്ല ശുദ്ധിയോടുകൂടി ഒരാൾ നേരെ വന്നു മസ്ജിദ് ഖുബായിലെത്തി അയാൾ നിസ്കരിച്ചാൽ അയാൾക്കൊരു ഉംറ നിർവഹിച്ച പ്രതിഫലമുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സത്യവിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം മക്കയിൽ നിന്ന് ഉംറ കഴിഞ്ഞ് മദീനയിലേക്ക് നമ്മളെത്തി, ഹജ്ജ് കഴിഞ്ഞ് മദീനയിലേക്ക് എത്തിയാൽ വീണ്ടും ഒരു ഉംറയ്ക്കുള്ള അവസരമാണ്. എന്താണ് പറയുന്നത്? എങ്ങനെ ഉംറ ചെയ്യുക? ഈ മസ്ജിദ് ഖുബായിൽ വന്ന് 2 റക്അത്ത് നിസ്കരിച്ച നബി തങ്ങൾ ആദ്യമായി 450 കിലോമീറ്റർ ഇപ്പുറത്തേക്ക് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഡെസേർട്ടിലൂടെ മരുഭൂമിയിലൂടെ സഞ്ചരിച്ച് ആദ്യം വന്ന് കസ്വ എന്ന് പറയുന്ന ഒട്ടകം വന്ന് മുട്ടുകുത്തിയെടുത്ത് നബി തങ്ങൾ പണിതതാകുന്ന മനോഹരമായ പള്ളി, ആ പള്ളിയിൽ ഒരാൾ നിസ്കരിച്ചാൽ അയാൾക്ക് കിട്ടുന്ന കൂലിയാണ് ഇപ്പോൾ പറഞ്ഞത്. എത്ര കിട്ടും? മാഷാ അല്ലാ, അയാൾക്ക് ഒരു ഉംറ നിർവഹിച്ച പ്രതിഫലം കിട്ടുമെന്നാണ് പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ ദിവസം ആ പള്ളിയിലേക്ക് ആ സുന്നത്തെടുക്കാൻ വേണ്ടി നടന്നു. മാഷാ അല്ലാ, മസ്ജിദുൻ നബവിയിൽ നിന്ന് ഇപ്പം നല്ല വഴിയുണ്ട്, 2 സൈഡിലും കച്ചവട സ്ഥാപനങ്ങളുമൊക്കെ ആയിട്ട് ഫുള്ളായിട്ട് ലൈറ്റ് അലങ്കൃതമാക്കിക്കൊണ്ട് മനോഹരമായ രീതിക്കുള്ളതാകുന്ന വഴി, ഒരു നടപ്പാത. അതിങ്ങനെ നേരെ ഇലക്ട്രിക് വണ്ടികളും ഉണ്ട് അങ്ങോട്ടേക്ക്. 10 റിയാൽ കൊടുത്താൽ ഹറമിൽ നിന്ന് മസ്ജിദ് ഖുബായിലേക്കും തിരിച്ച് അവിടുന്ന് ഇങ്ങോട്ട് പെർ ഹെഡിന് 10 റിയാൽ കൊടുത്താൽ അൽഹംദുലില്ലാ ഇവിടെയൊക്കെ 1 റിയാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ 26 രൂപയാണ്. അപ്പോൾ കണക്കാക്കിയാൽ മതി 10 റിയാൽ എന്ന് പറഞ്ഞാൽ എത്രയാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ വരാനുള്ള സൗകര്യങ്ങളും മാഷാ അല്ലാ ഇന്നിപ്പോൾ സംവിധാനങ്ങളുണ്ട്. വാഹനത്തിൽ പോകാം, നടന്നു പോകാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇരു സൈഡിലും കച്ചവട സ്ഥാപനങ്ങളാണ്, ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാം. ഭക്ഷണ സംഭവങ്ങളുണ്ട്, വേണമെങ്കിൽ കഴിച്ചുകൊണ്ടൊക്കെ പോകാം. ഇടയ്ക്ക് പാർക്കുകളുണ്ട്. അങ്ങനെയൊക്കെ കണ്ടും രസിച്ചുമൊക്കെ റാഹത്തായിട്ട് നടന്നു പോകാൻ ആരോഗ്യമുള്ളവർക്ക് ഒരു 3.5 കിലോമീറ്റർ നടന്നാൽ നേരെ നിങ്ങൾക്ക് എവിടെ എത്താം? മസ്ജിദ് ഖുബായിലെത്താം. അങ്ങനെ പോകുന്ന വഴിക്ക് ഞാനൊരു വീട് കണ്ടു. മാഷാ അല്ലാ, പഴയൊരു വീട്. അപ്പോഴാണ് ചരിത്രം പണ്ട് ബുഖാരിയിൽ പഠിച്ചിട്ടുള്ള ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ച ഒരു ഹദീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സംഭവം മഹാനായ ഇത്ബാൻ ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ വീടാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റി. ആ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ്, റോഡിന് നേരെ ഓപ്പോസിറ്റാണ് നേരത്തെ നമ്മൾ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി മദീനയിലെത്തിയപ്പോൾ ജുമുഅ നമസ്കരിച്ച മസ്ജിദുൽ ജുമുഅ നിലവുള്ളത്. ഞാൻ അവിടെ കയറി 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്തു. മാഷാ അല്ലാ, പള്ളിയും കണ്ടു. നേരെ ഈ ഇത്ബാൻ ബിൻ മാലിക് റളിയല്ലാഹുവിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ 3.5 കിലോമീറ്റർ അപ്പുറത്താണ്, മസ്ജിദുൻ നബവിയിൽ നിന്ന് 3.5 കിലോമീറ്റർ അപ്പുറത്ത് ഉള്ള വ്യക്തിയാണ് അദ്ദേഹം. ഖുബാ പള്ളിയുടെ അടുത്താണ് വീടുള്ളത്. ഇവിടെ ജുമായ്ക്കും ജമാഅത്തിനും എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അവസാനം കണ്ണിന് കാഴ്ച പരിമിതിയായി, ആരോഗ്യപരമായ പ്രശ്നമായി. അപ്പോൾ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് അനുവാദം ചോദിക്കുന്നുണ്ട്, നബിയെ, തങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന് എനിക്കൊന്ന് നിസ്കരിച്ച് തരണം, എനിക്കൊരു സ്ഥലം തഅയീൻ ചെയ്ത് നിജപ്പെടുത്തി തരണം. കാരണം എനിക്ക് ആരോഗ്യപരമായ പ്രശ്നമുണ്ട്, കണ്ണിന് കാഴ്ച പരിമിതിയുണ്ട്. ഇത്രയും ദൂരം മഴ പെയ്താൽ മലവെള്ളപ്പാച്ചിലാണ്, വലിയ കുത്തിയൊലിക്കുന്നതാകുന്ന വഴികളൊക്കെയാണ്. പഴയകാല റോഡാണല്ലോ, ഇന്നിപ്പോൾ എല്ലാം നല്ല സെറ്റാക്കിയിരിക്കുകയാണ്. ഇന്ന് നല്ല എല്ലാ കാര്യങ്ങളും വിരിച്ച് നല്ല കട്ട വിരിച്ച് നല്ല റോഡാണ്. പണ്ട് കാലത്ത് മലമ്പാതകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം ഒഴുകി അല്ലാതെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളാണ്. എനിക്ക് കണ്ണിന് കാഴ്ചക്കുറവുള്ളതുകൊണ്ട് മസ്ജിദുൻ നബവിയിലേക്ക്, തങ്ങളുടെ പള്ളിയിലേക്ക് എത്തിപ്പെടാൻ വളരെ പ്രയാസമാണെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമായിട്ട് ഒരിക്കൽ ഈ വഴിയിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പെട്ടെന്ന് കയറി. ചെല്ലുന്നത് രാവിലെ പ്രഭാത സമയത്താണ്, ളുഹയുടെ സമയത്താണ്. അവൻ വിധങ്ങൾ ചോദിച്ചു, എവിടെ നിനക്ക് നിസ്കരിച്ച് തരേണ്ടത്? അപ്പോൾ അദ്ദേഹം വീടിൻ്റെ റൂം കാണിച്ചു കൊടുത്തു, പെരയ്ക്കകത്ത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ വന്നു, ആ വീട്ടിനുള്ളിൽ വന്ന് 2 റക്അത്ത് നമസ്കാരം നിർവഹിക്കുന്നു.
ളുഹയുടെ സമയത്ത് ളുഹായായിരിക്കണം നബി തങ്ങൾ നിസ്കരിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ദുആ ചെയ്തു കൊടുക്കാൻ. ഇത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു മരണം വരെയും പിന്നീട് ആ വീട്ടിൽ തന്നെയായിരുന്നു നിസ്കാരം. കണ്ണിന് കാഴ്ച പരിമിതിയുള്ള വ്യക്തി, അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ വയ്യ, ആരോഗ്യപരമായ വിഷയങ്ങളൊക്കെ ഉള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന് മദീന പള്ളിയിലേക്ക് എത്തിപ്പെടാനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം അവിടെ തന്നെ നിസ്കരിച്ചു എന്നാണ് ഞാൻ പറയുന്നതിൻ്റെ ആശയം. ഇങ്ങനെ ഒരു വീട്ടിൽ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമസ്കരിച്ചതായി പറയപ്പെടുന്നത് ഇദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലാണ്. ഇത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അത് രാവിലെ സുബഹി നിസ്കരിക്കാനല്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ സുബഹിക്ക് അങ്ങനെ വന്നത് പഴയ കാലഘട്ടത്തിൽ വന്നു ചേർന്നിട്ടുള്ള ഒരു ആചാരമാണ്. അത് എന്തല്ല, അതിന് ഞാൻ ശക്തമായിട്ട് എതിർക്കുന്നത് ഏത് രീതിക്കാണ്, ഈ ഒരു ഹദീസ് വെച്ചുകൊണ്ടാണ്. നമ്മളെന്ത് ചെയ്യുക, പുരുഷന്മാരാകുന്ന ആളുകൾ പരമാവധി ജമാഅത്തിന് പള്ളിയിൽ പോകാൻ വേണ്ടി പരിശ്രമിക്കുക. അതാണ് ഏറ്റവും നല്ലത് എന്നുള്ളതാണ് ഈ ഹദീസ് വെച്ചുകൊണ്ട് ഞാൻ പറയുമ്പോൾ അതിൻ്റെ പക്ഷം. അൽഹംദുലില്ലാഹ്, അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. സുന്നത്ത് നിസ്കരിക്കുക, ബാങ്ക് വിളിക്കുമ്പോൾ സുബഹിക്ക് തന്നെ കയറിക്കോളുക, സുന്നത്ത് നിസ്കരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നേരെ പള്ളിയിലേക്ക് പുരുഷന്മാർ പോവുക. സ്ത്രീകൾ വീട്ടിൽ തന്നെ എന്ത് ചെയ്യുക, അവിടെ രാവിലെ സുബഹിയുടെ സുന്നത്തും ഫർളും നിസ്കരിക്കുക. ഇനി അതല്ല എങ്കിൽ ഒരു 7 മണിക്ക് എന്ത് ചെയ്യുക, വീടിൻ്റെ പാല് കാച്ച് കർമ്മങ്ങൾ വെക്കുക. അപ്പോൾ ആ സമയത്ത് വരുന്നവർ വന്നിട്ട് ദിക്റും ദുആയൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിലും പോകുന്നതിന് മുമ്പ് മുസല്ല വിരിച്ചിട്ട് 2 റക്അത്ത് നിസ്കരിച്ച് പോകുന്നതിലാണ് ഖൈർ. സാധുമാരെയൊക്കെ വിളിച്ചിട്ട് നമ്മൾ ദ്വാരപ്പിക്കുമ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അവരോട് പറയാം 2 റക്അത്ത് നിസ്കരിക്കാൻ പറയാം. കാരണം സാലിഹീങ്ങളായ ആളുകൾ വരുന്നു, അവർ 2 റക്അത്ത് നിസ്കരിക്കുന്നു, ഒളുവോടുകൂടി കിബിലയ്ക്ക് അഭിമുഖമായി നിസ്കരിക്കുന്നു. അപ്പോൾ അതിൽ പല കാര്യങ്ങൾ നടക്കും. ഒന്ന് കിബില കറക്റ്റ് ഒന്ന് നിജപ്പെടുത്തും അവർ. അപ്പോൾ അതിലൂടെ നമുക്ക് നമ്മുടെ നിസ്കാരം കറക്റ്റാവും. ഇത് പല വീട്ടിലും കിബില എങ്ങോട്ടാണ്, കിബില ഉസ്താദ് പടിഞ്ഞാറോട്ട്, എല്ലാ വീട്ടിലും പടിഞ്ഞാറോട്ടാണല്ലോ. അവസാനം വന്ന് നിസ്കരിക്കുന്ന ഇത്രയും കാലമായിട്ട് നിസ്കരിച്ച നിസ്കാരം കണക്ക് പ്രകാരം നോക്കുമ്പോഴത്തേക്കും മിക്കവാറും 2 ഡിഗ്രി 2 ദർജ 5 ദർജ 9 ദർജയൊക്കെ ഇങ്ങനെ തെറ്റിയിട്ടായിരിക്കും ഉണ്ടാവും. നില വലത്തോട്ട് അല്ലെ ഇടത്തോട്ടായിരിക്കും. ഇതൊന്നും നോക്കലൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ മുസല്ല വിരിച്ച് അന്ന് പോലെ നിസ്കരിക്കുക. കാര്യമായിട്ട് സാലിഹായ ഒരു വ്യക്തിയെ വിളിച്ചിട്ട്, നല്ല ഉസ്താദുമാരെ വിളിച്ചിട്ട്, കുറ്റിയടി കർമ്മമൊക്കെ അറിയുന്ന നല്ല ആളുകളെ വിളിച്ചിട്ട് വേണം ആ വിഷയങ്ങളൊക്കെ ചെയ്യിക്കാൻ. എന്നിട്ട് അവരോട് പറഞ്ഞ് കിബില ഒന്ന് നിർണ്ണയിച്ച് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ കിബില കറക്റ്റായിട്ട് നിർണ്ണയിക്കും. അല്ലാതെ നമ്മൾ കോല് വെച്ചുകൊണ്ട് അങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് തിരിച്ചുകൊണ്ട് വന്നിരുന്ന സംഭവം ഒന്നും കറക്റ്റായിട്ട് കിബില കിട്ടൂല. അപ്പോൾ അത് കിബില കറക്റ്റാക്കിയിട്ട് വേണം നമ്മുടെ നമസ്കാരങ്ങൾ നിർവഹിക്കാൻ. ഷാഫി മദ്ഹബിനെ സംബന്ധിച്ചിടത്തോളം കറക്റ്റായിരിക്കണം കിബില. വീട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പാടില്ല, പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് കഅബയുടെ ഭാഗത്തിൻ്റെ ആ മൂലയിലേക്ക്, ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് നമ്മുടെ നിസ്കാരത്തിൻ്റെ ഭാഗം കറക്റ്റായിരിക്കണം. അപ്പോൾ അവിടെ നിൽക്കട്ടെ. ഗൃഹപ്രവേശന സമയത്തുള്ളതാകുന്ന സദ്യ ഇസ്ലാമിലുണ്ട്. അങ്ങനെ വീട് പണി കയറി കഴിയുമ്പോൾ എന്ത് ചെയ്യുക, സദ്യ സൽക്കാരം ഇസ്ലാമിലുണ്ട് എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. നബി തങ്ങൾ അങ്ങനെ ഒരു വീട്ടിൽ പോയി ദുആ ചെയ്തു കൊടുത്തതും ഇസ്ലാമിലുണ്ട്, ചരിത്രമാണിത്. അള്ളാഹു തൗഫീഖ് നസീബാക്കുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നിസ്കാരം തുടങ്ങുന്ന ഇഖാമത്ത് കൊടുക്കുന്നു. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമർ-റഹീമായ അള്ളാഹുവെ, ഞങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഈ സംഘം നീ കബൂലാക്കണേ അള്ളാഹ്. നീയത്തുകൾ നീ സാധൂകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ പാവങ്ങളും നീ പൊറുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഹൃദയങ്ങളെ നന്നാക്കി തരണേ അള്ളാഹ്. ഒരുപാട് ഖൈറായ നല്ല നീയത്തുകളുണ്ട്, നീ സാധൂകരിക്കണേ റഹ്മാൻ. ഞങ്ങളിലുള്ള രോഗികൾക്ക് പരിപൂർണ്ണ ശിഫാ നൽകണേ റഹ്മാൻ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, ദുരന്തങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട് ഞങ്ങളെ എവരെയും നീ കാവലിലാക്കണേ റഹ്മാനെ. ഹലാലായ സാമ്പത്തികം നീ നസീബാക്കണേ അള്ളാഹ്. നൽകിയിട്ടുള്ള സമ്പത്തിൽ ബറക്കത്ത് ചൊരിയണേ റഹ്മാനെ. ഞങ്ങളിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹമത്തും നൽകി അനുഗ്രഹിക്കണേ അള്ളാഹ്. സർവോപരി ആഖിബത്ത് നന്നാക്കി തരണേ റഹ്മാനെ. അന്ത്യം വിജയിപ്പിക്കണേ അള്ളാഹ്. ബിഹഖി നബിയിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആമീൻ ബിറഹ്മതിക യാ റഹ്മാൻ. മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, ഇന്ന് കേരളത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് രാത്രി ആശുറാഇൻ്റെ രാവാണ്. 15 രാത്രികൾ ദുആയിന് ഇജാബത്തുള്ളതാണ്. എന്ത് ചോദിച്ചാലും അള്ളാഹു ഉത്തരം നൽകും. അങ്ങനത്തെ 15 രാത്രികളുണ്ട്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീൻ രേഖപ്പെടുത്തിയതാണ്. വഅലം അന്ന ലയാലിയൽ മഖ്സൂസ അല്ലത്തി യതഅക്കദു ഫീഹ ഇസ്തിഹ്യാഉൽ ഇഹ്യാഇ, രാത്രിയെ ഹയാത്താക്കൽ വളരെയേറെ ശക്തിമത്തായ സുന്നത്താക്കപ്പെട്ട 15 രാത്രികളുണ്ട്. 15 ലൈലത്തൻ, 15 രാത്രി. അതിൽപ്പെട്ട ഒരു രാത്രിയാണ് ആശുറാഇൻ്റെ രാവ്, അഥവാ 10ാം രാവ്, അഥവാ ഇന്നത്തെ രാത്രി. സുബൈ വരെ ഉറക്കമുളച്ചിരുന്നാൽ വളരെ റാഹത്താണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഉറക്കമുളച്ചിരുന്നിട്ട് റാഹത്തായിരുന്നു പന്ത് കളി കാണാനല്ല, ഫുട്ബോൾ കളിയുണ്ട്. ഉസ്താദ് അതിന് വേണ്ടി ആഹ്വാനം കൊടുത്തു എന്ന് പറയാനല്ല. പിന്നെ എന്താ, ദിക്ർ, ഓത്ത്, ഖുർആൻ, ഔറാദും മറ്റ് സ്വലാത്തും ഒക്കെ ആയിട്ട്
നിലകൊള്ളുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ഉറക്കമുളച്ചാൽ അതിൽ ഖൈറുണ്ടാവും. അപ്പോൾ ആശുറായിൻ്റെ രാവാണ്, നല്ലതുപോലെ ഇജാബത്തുള്ള സമയമാണ്. ശരിക്ക് ദുആ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട ദുആയിൽ വിനീതനെ ഉൾപ്പെടുത്തുക. അള്ളാഹു നമുക്ക് ബറക്കത്തും സന്തോഷം നൽകട്ടെ. നാളത്തെ നോമ്പ് ഒരിക്കലും വിട്ടുപോകരുത്. ഇന്നത്തെ സുന്നത്ത് നോമ്പ് ഇപ്പോൾ നോമ്പ് എറിയുന്ന കാര്യങ്ങളെ തൊട്ടൊക്കെ ശ്രദ്ധ വെച്ചവരാണെങ്കിൽ ഇപ്പോൾ തന്നെ നിയ്യത്ത് വെച്ചോളി. താസുവായിൻ്റെ നോമ്പ് നിയ്യത്ത് വെച്ചോളി. നാളത്തെ നോമ്പ് പിടിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ തന്നെ എന്ത് വേണം? റമദാനിലെ നോമ്പ് ഖദാ വീട്ടുന്നതിനോടൊപ്പം ആശുറായിൻ്റെ സുന്നത്തായ നോമ്പ് അള്ളാഹു തആല കൊണ്ട് പിടിച്ചു വീട്ടുന്നു എന്ന് നിയ്യത്ത് വെച്ച് പിടിക്കുക. നാളത്തെ ദിവസം കുടുംബത്തിൽ വിശാലത ചെയ്യുക. മൻ വസഅല അയ്യാരിഹി ഫി യൗമി ആശുറാ വസഅ അല്ലാഹു ലഹു സായിറ സനതിഹി എന്ന ഹദീസിൽ കാണാം. ആരെങ്കിലും കുടുംബത്തിന് വിശാലത ചെയ്താൽ ഭക്ഷണത്തിലോ മറ്റുമൊക്കെ വസ്ത്രത്തിലോ വിഷയങ്ങളിലോ ഒക്കെ കുടുംബത്തിൽ സാമ്പത്തികമായ സാധാരണ ഉള്ളതിനേക്കാൾ ഒരല്പം കൂടി നല്ല ഭക്ഷണമൊക്കെ വെച്ചിട്ട് നാളെ പാചകം ചെയ്താൽ, ആശുറാഇൻ്റെ സുദിനത്തിൽ അങ്ങനെ ചെയ്താൽ അവന് അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്തൊരു വർഷം എല്ലാവിധ വിശാലതയും അള്ളാഹു നൽകുമെന്ന. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സാമ്പത്തിക വിശാലത നൽകും, ശാരീരികമായ സിഹത്ത് അള്ളാഹു കാമിലാക്കി നൽകും. നമ്മളിപ്പോൾ സദ്യ കൊടുക്കുന്നതിന് വിഷയം പറഞ്ഞല്ലോ, അതിൽ സൽക്കരിക്കൽ, നല്ല വിഭവങ്ങൾ കൊടുത്ത് സൽക്കരിക്കൽ വളരെ കൂലി കിട്ടുന്ന ഒരു ദിവസം കൂടിയാണ് ആശുറാഇൻ്റെ സുദിനത്തിലുള്ള സദ്യ എന്ന് പറയുന്നത്. അപ്പോൾ ആശുറാഇൻ്റെ ദിവസത്തിൽ പ്രത്യേക സൽക്കാരം സുന്നത്തുള്ളതാണ്, വളരെ നല്ലതാണ്, മഹത്വമാണ്. ശ്രദ്ധിക്കുക. ഒരുപാട് മഹത്തുക്കൾക്ക് ഗുണം ലഭിച്ചിട്ടുള്ള, അംബിയ മുർസലീങ്ങൾക്ക് നേട്ടം നൽകിയിട്ടുള്ളതാകുന്ന ദിവസമാണല്ലോ ആശുറാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പ് നോറ്റ് നമ്മളെ പഠിപ്പിച്ചിട്ടുമുള്ളതാണ്. അതുകൊണ്ട് നാളത്തെ നോമ്പ് എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഈ തരുണത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.